മൈ ചാനൽ ആയിരുന്നാസ് പോലെ ദിസ് ഇസ് അരുണ. സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെ സമ്മതിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ജസ്റ്റ് എടുക്കുക, അപ്ലോഡ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, എല്ലാ പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ട്. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര പരിപാടിയല്ല. എനിക്കെൻ്റെ കഷ്ടപ്പാട് മനസ്സിലായി. അപ്പോൾ കണ്ടകാര്യത്തിനും വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്താലെന്ന്. കാര്യം എനിക്ക് സാരി ഡ്രേപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 6ാം ക്ലാസ് മുതൽ സാരി ഡ്രേപ്പ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ അമ്മയൊക്കെ സാരി എടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നു. അമ്മ ഇങ്ങനെ ഭയങ്കര വൃത്തിക്കൊന്നും അല്ലാണ്ട് തുടങ്ങിയത്. ചുമ്മാ അത് നമ്മുടെ ജനറേഷനിലുള്ളവരുടെ തൊട്ട് മുന്നത്തെ ജനറേഷൻ, അതായത് അമ്മമാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ പണികളാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കാനുള്ള സമയമില്ല. അവരുടെ കാര്യങ്ങൾ അവർ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതലും ജീവിക്കുന്നത്. അവരെ കെയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവരെന്താണെന്നൊന്നും നോക്കാനുള്ള സമയം അവർക്കില്ല. മക്കൾക്കും വീട്ടുകാർക്കും വേണ്ടി മാത്രമല്ല കുടുംബജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടത്. ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ടോപ്പിയൊക്കെ മാറിപ്പോയി, ഞാനതല്ല പറയാൻ ഉദ്ദേശിച്ചത്, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ പോയപ്പോഴാണ് ഞാൻ അവിടെ വരെ എത്തിയത്. 6ാം ക്ലാസ് മുതൽ ഞാൻ സാരി ഉടുത്ത്. അപ്പോൾ അമ്മ ഇങ്ങനെ വലിച്ചു വരച്ചിട്ടുള്ള കാര്യം. പക്ഷെ വലിച്ചു വാരി ചുറ്റിയാലും ഈ വലിച്ചു വാരി ചുറ്റിയാൽ പോലും സാരിക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ അമ്മ സാരി ഉടുക്കുന്നത് നോക്കിയിരിക്കും കേട്ടോ. അമ്മ ഇങ്ങനെ സാരി ഒന്നും എനിക്ക് കൊടുക്കാൻ തരില്ലായിരുന്നു. കാരണം ഞാൻ സാരി എടുത്തു കഴിഞ്ഞാൽ ഫുൾ അവിടെ അലങ്കോലാക്കും, അലമാരിയൊക്കെ ഫുൾ അലങ്കോലാക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ മടക്കി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാരികളൊക്കെ അമ്മ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ നേരെ ഇങ്ങനെ എടുക്കും, എടുത്തിട്ട് ഫുൾ വലിച്ചു വരും. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചുറ്റി വയ്ക്കും. അങ്ങനെ 6ാം ക്ലാസ് ഞാൻ സാരി ഉടുത്ത് പഠിച്ചായിരുന്നു. അങ്ങനെ ഉടുത്ത് ഒരു എനിക്കൊന്നൊരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കും എന്നൊരു വിശ്വാസം എനിക്കറിയത്തില്ല. എനിക്കിഷ്ടമാണ്, ഞാൻ സാരി ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉടുക്കുന്ന ഞാൻ എൻജോയ് ചെയ്യും. സാരി ഉടുക്കുന്നത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് മുതലാണെങ്കിൽ പോലും എന്തെങ്കിലും ഇപ്പോൾ ഓണം പരിപാടി അല്ലെങ്കിൽ വിഷു എന്തെങ്കിലുമൊക്കെ പരിപാടി വരുവാണെങ്കിലും ഞാൻ ഫ്രണ്ട്സിൻ്റെ സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുമായിരുന്നു. ഡിഗ്രിക്ക് പോയ പിന്നെയാണ് ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ എന്തായാലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കോളേജിൽ പരിപാടികളൊക്കെ വരുമ്പോൾ മിക്കവരും തന്നെ ഹോസ്റ്റലിലേക്ക് വരുമായിരുന്നു. അവിടെ വെച്ച് ഞാൻ സാരി ഉടുപ്പിച്ച് കൊടുക്കുമായിരുന്നു. കോളേജിൽ ഫുൾ കുറേ പേർക്ക് ഞാൻ സാരി ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് സാരി ഉടുപ്പിക്കാൻ, എനിക്ക് ഇഷ്ടമാണ്, ഉടുക്കാൻ ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നൊരു പരിപാടിയാണ്. എനിക്ക് കുറച്ച് സമയം എടുക്കുമ്പോൾ 5 മിനിറ്റ് റെഡിയായി വരാൻ പറ്റില്ല. എനിക്ക് മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ വേണം. ഉടുക്കാൻ പെട്ടെന്ന് പറ്റും, പക്ഷെ അതൊന്നും ഒരുങ്ങി കേട്ടി അങ്ങനത്തെ അതിൽ കുറച്ച് താളത്തിലാണ് ഞാൻ എല്ലാം ചെയ്യുള്ളൂ. ഉടുക്കാനാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഉടുക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാൻ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യാനുള്ള തീരുമാനത്തിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാരി ഡ്രേപ്പിംഗ് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആക്ച്വലി സാരി അണ്ടർസ്കേർട്ട് നമ്മൾ നിങ്ങൾക്ക് യാതൊരു ബന്ധമുള്ളതായിട്ട് തോന്നത്തില്ല. പക്ഷേ ഈ സാധനത്തിന് അണ്ടർസ്കേർട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഇതിൽ 2 ഷെയ്ഡാണ് ആക്ച്വലി. ഒന്ന് ഓറഞ്ചും പിന്നെ ഒന്ന് പ്യുവർ ദി അണ്ടർസ്കേർട്ടിൻ്റെ ഷെയ്ഡും. ഞാൻ ഇതിൻ്റെ അണ്ടർസ്കേർട്ട് കുറേ തപ്പിയത്, എനിക്ക് കിട്ടിയ അണ്ടർസ്കേർട്ട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് വെക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ കുറച്ച് പിൻ. എനിക്ക് ഒരുപാട് പിന്നൊന്നും കൂടി ഉണ്ട്, അതിലുള്ള വെറൈറ്റീസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഹീൽസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സാരി ഡ്രേപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെരുപ്പിടണം. കാരണം അല്ലെങ്കിൽ ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും സാരിക്കും വേറെ ഹെയർ ഹൈറ്റായി പോകും. ഇതാണ് സാരിയുടെ തുമ്പ്. നിങ്ങൾക്ക് സാരിയുടെ തുമ്പ് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കെട്ടിട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പണ്ടത്തെ ഈ അമ്മച്ചിമാരൊക്കെ ഈ സാരിയുടെ അറ്റത്ത് ഒരു കെട്ടിട്ട് വയ്ക്കുന്ന കണ്ടിട്ടില്ലേ? എൻ്റെ അമ്മച്ചിയൊക്കെ ഈ സാരി ഉടുക്കണതിന് മുന്നേ ഇവിടെ ഒരു കെട്ടിട്ട് വയ്ക്കണം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാറിപ്പോവാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മളിത് കുത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു ഹൈറ്റ് വേണം. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഹീൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഹീൽസിനപ്പോൾ അതായത് എന്തോരമാണ് എൻ്റെ ഹൈറ്റ്, എന്തോരം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചിലർക്കൊക്കെ കുറച്ചുകൂടെ സാരി കയറ്റി കുത്തുന്നതായിരിക്കും. പക്ഷെ സാരി എപ്പോഴും നമ്മുടെ കാലിനെ തൊട്ട് നിൽക്കുന്ന, കാല് കാണാത്ത രീതിയിൽ ഉടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കറക്റ്റ് ലെവലിൽ ഉടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഉള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സാരി എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ ഇവിടെ വെച്ചിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ കുത്തി അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് ഇത് വലിച്ചു പിടിക്കണം. കാരണം ഒരുപാട് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ചുറ്റും ഇപ്പുറത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും എൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കയറി ഇറങ്ങിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഓക്കെ, ചുറ്റിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇതാണോ ഇവിടെ വെച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം അത് പിടിക്കാൻ. ഇത് ചിലരിങ്ങനെ വലിച്ചു പിടിക്കും, ഒരിക്കലും വലിച്ചു പിടിക്കരുത്. കാരണം വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റത്തൊക്കെ ഇവിടെയൊക്കെ ഞൂറിയൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിഞ്ഞും അങ്ങനത്തെ വേറെ ഷേപ്പിലൊക്കെ ഇരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ഒരുപാട് വലിച്ചു കുത്തരുത്. നമ്മളിതാ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹൈറ്റ് നോക്കണം കേട്ടോ. ഈ ഒരു ലെയറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈറ്റ് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്കും പല ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുത്തി അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുത്താൻ കിട്ടും. ഇവിടെ കുത്തി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാം.
ഓക്കെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് സാരി ഇവിടെ കിട്ടി, സാരിയല്ല അണ്ടർസ്കേർട്ട് ഇവിടെ കിട്ടിയിടുന്നു, നല്ല ബോറാണ്. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൊക്കിളിൻ്റെ നേരെ അണ്ടർസ്കേർട്ട് ഇടണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും ഇട്ടില്ലെങ്കിലും ഭയങ്കരമായിട്ട് കീറ്റ് സാരി കൊടുക്കാതിരിക്കും, ഭയങ്കര ബോറായിരിക്കും അത്. കാരണം ബ്ലൗസും ഈ അണ്ടർസ്കേർട്ടും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പെങ്കിലും വേണം, അല്ലെങ്കിൽ ബ്ലൗസ് അണ്ടർസ്കേർട്ട് ഒരുമിച്ചിരിക്കുന്നത് നല്ല ബോറായിരിക്കും കാണാനായിട്ട്. മൊത്തത്തിലൊരു ലുക്ക് വരുമ്പോൾ കാണാൻ ഭംഗി വേണമെങ്കിൽ ആ ഒരു ഗ്യാപ്പെങ്കിലും വേണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇനി സാരി ഇവിടെ കുത്തി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ ഇവിടുന്ന് ഞൊറി എടുത്തിട്ട് പ്ലീറ്റ്സ് ഇടും. ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യാറ്. ആദ്യം പ്ലീറ്റ്സ്, ഇത് ആക്ച്വലി ഞാൻ 1 ലെയർ ആയിട്ടാണ് ഇടാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ സാരികൾ 1 ലെയർ ഇടാനായിട്ട് പക്ഷേ പ്ലീറ്റ്സ് ഇട്ടാൽ അതിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷെ ഇത് ഈ മോഡൽ, അതായത് ബോർഡർ ഉള്ള സാരികൾ കുറച്ചുകൂടെ 1 ലെയർ ആയിട്ട് ഇടാനാണ് എനിക്കിഷ്ടം. എൻ്റെ അമ്മയൊക്കെ പണ്ട് സാരി എടുക്കുമ്പോഴല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് രച്ചക്കണിയില്ല അത് തന്നെ കണ്ടുപിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് അപ്പം അത്യാവശ്യം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഇതെടുത്ത് ഇതിനാകുമ്പോൾ, അതായത് നമ്മൾ 1 ലെയർ സാരി ഇടുമ്പോൾ ഒരുപാട് നമുക്ക് ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. കാരണം 1 ലെയർ ഇടുമ്പോൾ സാധാരണ പ്ലീറ്റ്സ് എടുത്തിടുന്നതിനേക്കാളും ലെങ്ത്ത് കുറച്ച് മതി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് താഴെ നിലത്ത് മുട്ടി വലിച്ചുകൊണ്ട് എടുക്കും. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഞാൻ സാരി ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ നല്ലപോലെ വലിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബോറായിട്ടിരിക്കും. ഇതിങ്ങനെ നല്ലപോലെ വലിച്ച് ഇതല്ലോ. അപ്പം നമുക്കിതാ ഇതിങ്ങനെ ഒരു സാധനം കിട്ടും. ഇതാണ് നമുക്ക് ഞൊറി എടുക്കാനുള്ള സാധനം. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ വലിക്കുക. ഇതാ ഇവിടെ കുത്തണേ, കാരണം നമുക്ക് ഇവിടെ ഞൊറി കുത്താനുള്ളതായതുകൊണ്ട് ഇങ്ങനെ കീറ്റി കുത്തരുത്. കാരണം ഇവിടെ ഞൊറി വരുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ ഇരിക്കും. ഞൊറി ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതേ സ്വാഭാവികമായിട്ട് ഇവിടെ ചുളിവ് വരും. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ ഞൊറി കുത്താനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പം ഞൊറി കുത്താനുള്ള ഗ്യാപ്പിൽ കൊടുത്തിട്ട് ഇത് താത്തി വേണം കുത്താനായിട്ട്. അപ്പം ഞാൻ ഇവിടെ പിന്നെ കുത്താൻ പോവാണ്. ഇതുപോലെ തന്നെ കുത്താൻ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഞൊറി കുത്തിയാലും ഇവിടെ ഒരിക്കലും ചുളിവ് വരത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ഞൊറി എടുക്കണം. ചിലരുണ്ടല്ലോ ഇവിടുന്ന് ഞൊറി എടുക്കും. ആക്ച്വലി അങ്ങനെ എടുക്കാൻ അറിയാവുന്നവർ അങ്ങനെ തന്നെ എടുത്തു. കാരണം അപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നത് കുറയും. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഇവിടെ ഒരു മടക്കുണ്ടാവും. എല്ലാ സാരികൾക്കും ഇവിടെ ഒരു മടക്കുണ്ടാവും. ആ മടക്കിനനുസരിച്ച് ലാസ്റ്റത്തെ ഞൊറി വന്നാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇവിടെ നിന്നാണ് പൊതുവെ ഞൊറി എടുക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഞൊറി എടുത്ത് കാണിച്ചു തരാം. വീതിക്ക് ഞൊറി എടുത്താൽ നല്ലത്. ചെറുതായിട്ട് എടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇത് മുതൽ വേണം ഞൊറി എടുക്കാനായിട്ട്. ഇവിടെ നിന്ന് ഞൊറി എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് ഇത്രയും ഭാഗത്ത് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞൊറി എടുത്തു കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് കണ്ടോ, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻ മുതൽ വേണം ഞൊറി എടുക്കാനായിട്ട്. ഞൊറിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞൊറി എടുക്കാം. ഞൊറി എടുത്തിട്ട് ഞൊറി എടുക്കട്ടെ. എനിക്ക് ഞൊറി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഈ സിൽക്ക് സാരി ആയതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൊടുക്കാൻ കോട്ടൺ സാരികളാട്ടോ. നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും നമുക്ക് കോട്ടൺ സാരികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ലാസ്റ്റത്തെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ലാസ്റ്റത്തെ ഞൊറി എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം കൂടെ കയറ്റി കൂട്ടിയിട്ട് ഭയങ്കര ബോറായിട്ടിരിക്കും. അപ്പോൾ ലാസ്റ്റത്തെ ഞൊറി എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇവിടെ നിന്ന് ഇച്ചിരി ചെറുതാക്കി നിങ്ങൾക്ക് ഇവിടുന്ന് ഞൊറി എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തോരമാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, എൻ്റെ ഈ ലാസ്റ്റത്തെ മടക്കാണ് എൻ്റെ ലാസ്റ്റത്തെ ഞൊറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചുളുങ്ങി കൂടിയിരിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഇനി വേണം ഇവിടെ നിന്ന് ഞൊറി പിടിക്കാനായിട്ട്. കാര്യം സാരി കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ ഇതിന് ഞൊറി എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ടൈപ്പ് ഓഫ് വളരെ വൃത്തികേട്ട യാതൊരു അനുസരണമില്ലാത്തൊരു ടൈപ്പ് സാരിയാണ് ഇത്. ഇവിടെ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇവിടെ ഒരു പിൻ കുത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വിടുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും ഇവിടെ കൊണ്ടുപോയി കുത്തുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോയി കുത്തുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും കണ്ടോ, നമ്മുടെ പൊക്കിളിന് നേരെ വേണം കുത്താൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, ഇത് ഈ ഒരു ഗ്യാപ്പ് വന്നേക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ കറക്റ്റ് വേണം നമ്മൾ കുത്താനായിട്ട്. ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പിടിച്ചിട്ട് ഓക്കെ
കണ്ട നല്ല ഇവിടെ ഒന്നും ചുളുങ്ങിയിട്ടോ ഒന്നുമില്ല. ഇതാ ഈ പോർഷൻ കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം കുത്തി വെച്ചിരുന്നാണേ. ഇവിടെ നിന്ന് ഈ അടിയിൽ നിന്ന് വന്ന ഈ സാധനം ഇവിടെ നിന്ന് കയറ്റിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടതാ ഇവിടെ നല്ല നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ ചിലർ പിന്നൊക്കെ കുത്തി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പൊക്കിയപ്പോൾ തന്നെ ഇതാ കണ്ടോ നല്ല ഞൊറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഈ വലിച്ചെടുത്ത് ചുളിവ് പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. കേട്ടോ ട്വിസ്റ്റ് ചെയ്തിട്ട് കയറ്റി വെച്ചു. ഓക്കെ, ഇനി ലാസ്റ്റ് ഇവിടെ എന്നോട് പലരും ചോദിക്കുന്ന ഡൗട്ടാണ്. എന്നോട് മീൻസ് പലർക്കും ഉള്ള ഡൗട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നു. ഇവിടെ പലരും ഇങ്ങോട്ടേക്ക് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞത് കണ്ടോ ഇവിടുത്തെ ചുളികൾ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് ഇത് വെക്കരുത്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇത് വേണം. നമ്മൾ സാരി ഉടുത്തേക്കുന്ന ഇത് വന്നേക്കുന്നത് ഇവിടെ നിന്നല്ല ആക്ച്വലി. അപ്പം നമ്മളിതാ ഇത് ഇങ്ങനെ ചെയ്ത് ഇവിടെ തന്നെ അത് കണ്ടോ ബാക്കിലോട്ട് വെച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇവിടെ ചുമ്മാ ഇടുന്നവരുണ്ട്, അതായത് ഇങ്ങനെ ഇടാൻ തന്നെ താല്പര്യമുള്ളവർ, അതായത് വേറെ ഒന്നും ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇനി ഇങ്ങനെ കൊണ്ട് നടക്കാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ച് കഷ്ടപ്പെടണ്ട. അതിന് പകരം ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ പല രീതിയിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഞാൻ ആദ്യം ഇവിടെ വലിച്ചു പിടിക്കും. ഓക്കെ, വലിച്ചിട്ട് ഇതാ ഇങ്ങനെ ഞൊറിച്ചിലെടുക്കും. ഇവിടെ എങ്ങനെയാണോ ഇവിടം വരെ എന്തോരം വരുന്നോ അവിടം വരെ ഞാൻ എടുക്കും. ഓക്കെ, അപ്പം ഇവിടെ വരും. അപ്പോൾ ഇത് ചിലര് ഇതുണ്ടോ ഈ ഞൊറിയുണ്ടോ ഇവിടുന്ന് ഒരു 1 2 3 4. അപ്പം ഞാൻ ഈ എടുത്ത ഞൊറി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്ന് കുത്തരുത്. അകത്തുനിന്ന് ജസ്റ്റ് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഞൊറി പോകത്തില്ല. അതാണ് എൻ്റെ ഗുണം. ഇതാ ഈ ഞൊറി വെച്ചിട്ട് തന്നെ നമുക്കിതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ആ ഞൊറി ഒരിക്കലും പോകത്തില്ല. അതാ ഇവിടെ നല്ല ഷേപ്പിന് ഇരിക്കുകയും ചെയ്യും. പലരും സാരി ഉടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടതാ ഇതിങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ ഇടുന്നത്. ഒരുപാട് താത്തി ഇടുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ മാക്സിമം ഇതിടുമ്പോൾ ഇങ്ങനെ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഈ സൈഡിലത്തെ ഞൊറി നല്ലപോലെ കാണും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു പിന്ന്, ആക്ച്വലി എനിക്കിവിടെ പിന്നെ കുത്തി തരാനായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് കുത്തുന്നില്ല, എനിക്ക് കുത്താൻ പാടാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും 1 ലെയർ സാരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിന്ന് കുത്തുന്നതിനോടൊപ്പം തന്നെ ഇതാ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെയും ഒരു പിന്ന് കുത്തണം. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഞാൻ അടക്കം ഇങ്ങനെയൊക്കെ ഇടും. അപ്പോൾ ഇതായത് ഇങ്ങനെ ചുളിയും പൊടിയൊക്കെ ഇരിക്കും. അപ്പോൾ നല്ല ബോറായിരിക്കും. ഇപ്പം ഞാനത് ജസ്റ്റ് ചുമ്മാ വെച്ചേക്കുന്നതല്ല ഉണ്ടായിരുന്നു. ഇനി ഇതാ ഈ ബ്ലൗസിൻ്റെ ഇവിടെ കണ്ടോ ഇവിടെ ചേർത്ത് ചിലർ കുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും പേടിക്കണ്ട. ഇതവിടെ കിടന്നോളൂ. ഇത് അവിടെ തന്നെ ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് പിന്നെ ഇങ്ങനെ ഇട്ടാലും ആ ഒരു ഈ ഞൊറിയോ ഒന്നും കാര്യങ്ങളൊന്നും പോകത്തില്ല. അത് അങ്ങനെ തന്നെ അവിടെ കിടന്നോളൂ. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ വരെ വീഡിയോ എടുക്കുക, കാണുക, സാരി ഡ്രേപ്പ് ചെയ്യാം, തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.